തന്നെയും കോൺഗ്രസിനെയും വിജയിപ്പിച്ച റായ്ബറേലിയിലെയും അമേത്തിയിലെയും ജനങ്ങൾക്ക് നന്ദി പറയാനായി രാഹുൽ, പ്രിയങ്ക, KL ശർമ്മ എന്നിവരുടെ കൂറ്റൻ റാലികളാണ് റായ്ബറേലിയിലും അമേത്തിയിലും നടക്കുന്നത്. ജനസമുദ്രമാണ് ഈ നന്ദി പ്രകടന റാലിയിലേക്ക് ഒഴുകിയെത്തിയത്. ഇവിടെ രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രസംഗം കേട്ടോളൂ. രാമക്ഷേത്രം പണിതിട്ടും അയോധ്യയിലെ സീറ്റ് പരാജയപ്പെട്ടു. കാരണം അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് ഒരു പിന്നോക്കക്കാരനെയോ ദളിതനെയോ ആദിവാസിയെ ക്ഷണിച്ചില്ല. आपने देखा भाइयों और बहनों, अयोध्या की सीट हार गए. राम मंदिर बनाया, उसमें इनॉग्रेशन में एक गरीब व्यक्ति आपने नहीं देखा होगा, एक किसान नहीं था, एक मजदूर नहीं था, एक पिछड़ा नहीं था, एक दलित नहीं, आदिवासी राष्ट्रपति से कहते हैं तुम यहां नहीं आ सकती. ദളിതയായ രാഷ്ട്രപതിയെ വരെ അകറ്റി നിർത്തി. പകരം അദാനിയെയും അംബാനിയെയും മറ്റു കോടീശ്വരന്മാരെയും ബോളിവുഡിലെ വലിയ സ്റ്റാറുകളെയും പോലെയുള്ള വലിയ പണച്ചാക്കുകളെ മാത്രം ക്ഷണിച്ചു. ഒരു പാവപ്പെട്ടവനെ പോലും ക്ഷണിച്ചില്ല. അതിനുള്ള മറുപടി അയോധ്യയിലെ ജനം നൽകി. और आपने वहां पे देखा, अदानी जी खड़े थे, अंबानी जी खड़े थे, देश के अरबपति खड़े थे, पूरा बॉलीवुड खड़ा था, क्रिकेट की टीमें खड़ी थी, मगर एक गरीब व्यक्ति नहीं खड़ा. तो जवाब अयोध्या की जनता ने भी दिया है. അയോധ്യയിൽ മാത്രമല്ല വാരണാസിയിൽ പോലും കഷ്ടിച്ച് ജീവൻ രക്ഷിച്ച് ഓടുകയാണ് ഉണ്ടായത്. ഞാൻ നിങ്ങളോടും സഹോദരി പ്രിയങ്കയോടും പറയുകയാണ്, പ്രിയങ്ക വാരണാസിയിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2-3 ലക്ഷം വോട്ടുകൾക്ക് വാരണാസിയിൽ പരാജയപ്പെട്ടേനെ. सिर्फ अयोध्या में नहीं, वाराणसी में जान बचा के निकले हैं प्रधानमंत्री. और मैं आपको कहता हूं और बहन से कह रहा हूं, अगर ये लड़ जाती वाराणसी में, अगर ये लड़ गई होती तो आज हिंदुस्तान के प्रधानमंत्री 2-3 लाख वोटों से वाराणसी का चुनाव हार जाते. നിൽക്കാത്ത കരഘോഷത്തോടെയാണ് ജനത ഈ വാക്കുകളെ ശ്രവിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ കേട്ടോളൂ. ആദ്യമായാണ് കിഷോരിലാൽ ശർമാജി ഒരു തെരഞ്ഞെടുപ്പ് നോക്കി നടത്തുന്നതിന് പകരം സ്വയം മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല ഏറ്റെടുത്തു. पहली बार चुनाव संचालन में किशोरीलाल शर्मा जी नहीं थे, अपना चुनाव लड़ रहे थे अमेठी में, लेकिन इनका कमान निर्मल शुक्ला जी ने, विजय शंकर अग्निहोत्री जी ने, पंकज जी ने संभाला और हमें उनकी कमी महसूस नहीं की, क्योंकि आप सब ने पूरी मेहनत से दिन रात काम किया. आप सबको बहुत बहुत धन्यवाद. വളരെയേറെ ആളുകൾ തോളോട് തോൾ ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. UP-യിലെ ജനങ്ങളായ നിങ്ങളെല്ലാവരും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് മുന്നിട്ടിറങ്ങി. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രിയങ്ക മത്സരിച്ചെങ്കിൽ മോദി നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. എനിക്കറിയാം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട മോഡി കുഞ്ഞുങ്ങൾ ഇത് സമ്മതിക്കാൻ തയ്യാറാവുകയില്ലെന്ന്. മാത്രമല്ല പ്രിയങ്കയ്ക്ക് കെട്ടിവെച്ച കാശ് അവിടെ ലഭിക്കില്ലെന്നേ അവർ പറയുകയുള്ളൂ എന്ന്. കാരണം അവരുടെ തലച്ചോറ് അങ്ങനെ പറയാൻ മാത്രമാണ് പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും വയനാട്ടിലും കെട്ടിവെച്ച കാശ് കിട്ടാതെ തോൽക്കുമെന്നും സ്മൃതി ഇറാനി അമേത്തിയിൽ 5 ലക്ഷം വോട്ടിന് ജയിക്കുമെന്നുമാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ നൂലിൽ കെട്ടിയിറക്കിയ ഭഗവാനും ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫലം വന്നപ്പോൾ രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് 2 സീറ്റിലും ജയിച്ചു. രാഹുലിന്റെ PA എന്ന് അവർ ആക്ഷേപിച്ച കിഷോരിലാൽ ശർമ്മ വിസ്മൃതിയെ വലിയ ഭൂരിപക്ഷത്തിന് കണ്ടം വഴി ഓടിച്ചു. പിന്നെ നേരിട്ട് ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ഭഗവാൻ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ അധികം ആരും അറിയാത്ത ഒരു നേതാവിനോട് കഷ്ടിച്ചൂരിയെടുത്തു. BJPയുടെ ഒരു പ്രവർത്തകൻ പറഞ്ഞത് മോദി തോറ്റുപോകുമായിരുന്നു, മോദിയെ ജയിപ്പിക്കാനുള്ള വോട്ട് ഒപ്പിച്ചെടുത്തതാണ് എന്നാണ്.